തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധി തീർക്കാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. കേന്ദ്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാജേഷ്. ആശങ്കയിൽ ദേവസ്വങ്ങളും പൂരപ്രേമികളും. പുലിഭീതി നിലനിൽക്കുന്ന ചാലക്കുടി നഗരത്തിലെ കണ്ണമ്പുഴ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി RRT സംഘം. പുലിക്കായി ചാലക്കുടി പുഴയിലും തിരച്ചിൽ. ചലച്ചിത്ര നടി നവ്യ നായർക്കെതിരെ ഗുരുവായൂർ നഗരസഭാ യോഗത്തിലെ കൌൺസിലർമാർ രംഗത്ത്. കൌൺസിലർമാരെ വിമർശിച്ച നവ്യ നായർ മാപ്പ് പറയണം എന്ന ആവശ്യം ശക്തം. വടക്കാഞ്ചേരിയിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതം. 12 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വിശുദ്ധ റംസാന് വികാരനിർഭരമായി വിടചൊല്ലി ഇമാമുമാർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുരക്ഷയ്ക്ക് 350ഓളം പോലീസുകാരെ നിയമിക്കും. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം വെടിക്കെട്ടിലെ പ്രതിസന്ധി തീർക്കാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. 2024 ഒക്ടോബറിൽ നിലവിൽ വന്ന കേന്ദ്ര നിയമം തൃശൂർ പൂരം വെടിക്കെട്ടിനെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം ഭാരവാഹികൾ നിയമഭേദഗതിക്കായി കേന്ദ്രമന്ത്രിയെ സമീപിച്ചെങ്കിലും പരിഹാരമായില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന മാഗസിനിൽ നിന്ന് വെടിക്കെട്ട് നടക്കുന്നിടത്തേക്കുള്ള ദൂരം 45 മീറ്ററിൽ നിന്ന് 200 മീറ്ററാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതിയാണ് വെടിക്കെട്ടിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ നിയമം ഭേദഗതി ചെയ്യാനായി ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ടെങ്കിലും പരിഹാര നടപടികൾക്ക് കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി കേന്ദ്ര ഗവൺമെൻറ് ശ്രീ പീയൂഷ് ഗോയൽജിനെ കണ്ടിരുന്നു. ഇതുവരെ ഒന്നും മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് അറിയില്ല. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതെങ്ങനെ നടത്തുക എന്നുള്ളതന്നെ പ്രശ്നം. സെൻട്രൽ ഗവൺമെൻറ് വേണ്ട രീതിയിലുള്ള പരിഗണന തരുന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പേരൻറ്റ് ആക്റ്റായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഭേദഗതി. അങ്ങനെ വരാൻ പാടില്ല. ആ പേരൻറ്റ് ആക്ടിൽ മാഗസിൻ ടു ഡ്വെല്ലിംഗ് ഹൗസസ് 45 മീറ്റർ, അതായത് ഒരു മാഗസിനിൽ നിന്ന് വീട് വെക്കാം 45 മീറ്റർ. എന്നാൽ മാഗസിനിൽ നിന്നും ഫയർ ലൈനിലേക്ക് 200 മീറ്റർ വേണമെന്ന് പറയുമ്പോൾ അത് ശരിയാണ് എന്നുള്ള നിലയ്ക്ക് തോന്നുന്നത് ആർക്കും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി പോലും അതിനെപ്പറ്റി ചെറിയൊരു പരാമർശം ചെയ്തിട്ടുണ്ട്. എന്തോ പറഞ്ഞിട്ട് എനിക്കത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് പഴയ പോലെ 45 മീറ്ററാക്കിയ ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഈ സാഹചര്യത്തിൽ MP-യും കേന്ദ്രമന്ത്രിമാരും ഇടപെട്ട് നിയമ ഭേദഗതി വരുത്തുകയോ പുതിയ നിയമം നടപ്പാക്കുന്നത് താൽക്കാലികമായി മാറ്റിവെക്കുകയോ ചെയ്യണമെന്ന് ജി രാജേഷ് ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം പൂരം വെടിക്കെട്ട് നടത്തിപ്പിനായി കോടതിയെ സമീപിക്കുക മാത്രമേ മാർഗമുള്ളൂവെന്നും രാജേഷ് വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. പുലിഭീതി നിലനിൽക്കുന്ന ചാലക്കുടി നഗരത്തിലെ കണ്ണമ്പുഴ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി RRT സംഘം. 3 സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രിയും വെള്ളിയാഴ്ച പുലർച്ചെയുമായി പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ സ്ഥലങ്ങളിൽ വിശദമായ പരിശോധന നടത്തി. SH കോളേജ് പരിസരത്ത് റിട്ടയർഡ് ഗവൺമെന്റ് ജീവനക്കാരൻ രാധാകൃഷ്ണന്റെ വീടിന്റെ പരിസരത്താണ് വ്യാഴാഴ്ച രാത്രി പുലിയെ കണ്ടത്. എന്നാൽ പിന്നീട് നടന്ന പരിശോധനയിൽ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞില്ല. പരിസരത്തെ മറ്റു വീടുകളിലെ CCTV ക്യാമറകൾ പരിശോധിച്ചതിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. പരിയാരം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധനയും നടത്തി. കണ്ണമ്പുഴ, സതേൺ കോളേജ്, മൂന്നേലി എന്നിവിടങ്ങളിൽ ചാലക്കുടി പുഴയെ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നു. ചാലക്കുടി പുഴയിലും പരിശോധന നടത്തി. തെർമൽ ക്യാമറകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുവാനാണ് അധികൃതരുടെ നീക്കം. ഡ്രോൺ പറത്തിയും നിരീക്ഷണം നടത്തും. പുലിഭീതി നിലനിൽക്കുന്നതിനാൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ വിളികൾ എത്തുന്നുണ്ടെന്ന് വനപാലകർ പറഞ്ഞു. ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രപ്പറമ്പിലാണ് പുലിയെ കുടുക്കുന്നതിന് കെണിക്കൂട് വെച്ചിരിക്കുന്നത്. ഈ 2-3 ദിവസമായി ചാലക്കുടി വിവിധ പ്രദേശങ്ങളിലൊക്കെ നേരത്തെ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കണ്ട പുലിയുടെ ഒരു രൂപവും സാദൃശ്യമുള്ള മൃഗങ്ങളെ കണ്ടതായിട്ട് പലരും സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരും കണ്ടത് പുലിയെ തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ മനുഷ്യരുടെ മനസ്സിലിപ്പോൾ ഉള്ള ഒരു ഭയവും പേടിയും ഒക്കെ കാരണം കൊണ്ട് സ്വാഭാവികമായി പലർക്കും അങ്ങനെ തോന്നാം. എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണം. പലരും ഇതൊരു ലാഘവബുദ്ധിയോട് കൂടിയിട്ടാണ് പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവരുടേതായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു സമയമാണ്. ആവശ്യമായ പരിശോധനകളൊക്കെ നമുക്ക് അവരവരുടെ വീടുകളിലെ CCTVകളുള്ളവർക്ക് അത് പരിശോധിക്കാം. അല്ലെങ്കിലും ആവശ്യമായിട്ടുള്ളൊരു നിരീക്ഷണം കഴിയാവുന്ന രീതിയിൽ എല്ലാവരും നടത്തണം. ഗുരുവായൂർ നഗരസഭയിലെ കൌൺസിലർമാരെ വിമർശിച്ച നടി നവ്യ നായർ മാപ്പ് പറയണമെന്ന് കൌൺസിലിൽ ആവശ്യം. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി എന്നിവരാണ് വിഷയം കൌൺസിലിൽ ഉന്നയിച്ചത്.
ഏതാനും ദിവസം മുമ്പ് നടന്ന നഗരസഭയുടെ RRR സെന്റർ സ്വാപ്പ് കടയുടെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് കൌൺസിലർമാർക്കെതിരെ നഗരസഭയുടെ ശുചിത്വ അംബാസിഡർ കൂടിയായ നവ്യ നായർ വിമർശനം നടത്തിയത്. RRR എന്നാൽ എന്താണെന്ന ചോദ്യത്തിന് കൌൺസിലർമാർ മറുപടി പറയാൻ കഴിയാത്തതിനെ തുടർന്നാണ് നടി പൊതുവേദിയിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഇത് നഗരസഭയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നതാണെന്ന് ഉദയൻ പറഞ്ഞു. കൌൺസിലർമാരെ വിമർശിക്കാൻ നടിക്ക് അവകാശമില്ലെന്ന് ശാന്തകുമാരി ചൂണ്ടിക്കാട്ടി. ജനപ്രതിനിധികൾ അവഹേളിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ശാന്തകുമാരി വിങ്ങിപ്പൊട്ടിയാണ് കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വടക്കാഞ്ചേരിയിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതം, അനാസ്ഥയ്ക്കെതിരെ ആക്ഷേപവുമായി നാട്ടുകാർ. വടക്കാഞ്ചേരിയുടെ സുരക്ഷ ലക്ഷ്യമിട്ട് 2013-14 കാലഘട്ടത്തിൽ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് 5 വർഷം പിന്നിട്ടു. അന്നത്തെ വടക്കാഞ്ചേരി MLAയും സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 12 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തും ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ക്യാമറകൾ പ്രവർത്തനരഹിതമായി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഴാനി റോഡ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയുടെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി വാഹനമിടിച്ച് തകർന്ന് നിലം പതിച്ചു. 5 വർഷത്തോളം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ ക്യാമറകൾ മോണിറ്റർ ചെയ്തിരുന്നത്. അക്കാലത്ത് വടക്കാഞ്ചേരി നഗരത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കപ്പെട്ടിരുന്നു. വാഹന മോഷണങ്ങളും കുറ്റവാളികളുടെ വാഹനങ്ങളും നഗരപാതയിലൂടെ കടന്നുപോയിരുന്നോ എന്ന് പോലീസിന് കൃത്യമായി പരിശോധിക്കാനും സാധിച്ചിരുന്നു. ഈ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ ഉൾപ്പെടെ വടക്കാഞ്ചേരിയിൽ നടന്ന വാഹന മോഷണങ്ങൾ പോലീസിന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വടക്കാഞ്ചേരിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട വടിവാൾ വിനീതിനെ പോലുള്ള കുറ്റവാളികളെ നിരീക്ഷിക്കാനും സാധിക്കുമായിരുന്നു. മേഖലയിൽ ക്യാമറകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. നഗരത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തരമായി ക്യാമറകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. 27-ാം രാവിന്റെ നിറവിലാണ് നോമ്പിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നിസ്കാരം നിർവഹിച്ചത്. പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കാളികളായത്. ഗുത്തുവ പ്രസംഗത്തിനും ജുമാ നമസ്കാരത്തിനും പങ്കെടുക്കുന്നവർക്ക് വിപുലമായ സംവിധാനങ്ങളാണ് പള്ളികളിൽ ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ ചിട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് മസ്ജിദിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് പള്ളി ഇമാം ഇബ്രാഹിം ഫലാഹി നേതൃത്വം നൽകി. വിശുദ്ധ റംസാനെ വികാരനിർഭരമായി വിടചൊല്ലി ഇമാമുമാർ. അവസാന വെള്ളിയാഴ്ച ഖുത്തബയിലാണ് ഇമാമുമാർ ജുമാ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളെ സാക്ഷി നിർത്തി വിശുദ്ധ റംസാന് വിടചൊല്ലിയത്. വ്രതാനുഷ്ഠാന നാളുകളിൽ നിന്ന് ഈദുൽ ഫിത്തറിലേക്ക് കടക്കുമ്പോൾ ആഘോഷം സൂക്ഷ്മതയോടായിരിക്കണമെന്നുള്ള സന്ദേശവും നൽകി. ഫിത്തർ സക്കാത്ത് നൽകുന്നതിനെക്കുറിച്ചും അതിന്റെ അളവിനെക്കുറിച്ചും ഇമാമുമാർ വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകി. നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിനെക്കുറിച്ചും ഇമാമുമാർ പരാമർശിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുഗമമായ ആഘോഷ പരിപാടികൾക്കായി ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ പറഞ്ഞു. 5 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ 350 പോലീസ് ഉദ്യോഗസ്ഥർ ഭരണി ആഘോഷത്തിന് ഡ്യൂട്ടിയിലുണ്ടാകും. വിവിധ മേഖലകളെ ബന്ധിപ്പിച്ച് ബൈക്ക് പട്രോളിംഗ് ടീമുകളെ നിയോഗിക്കും. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ദേശീയപാതയെ 4 മേഖലകളായി തിരിച്ച് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. KKTM കോളേജ്, ശൃംഗപുരം P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടപ്പുറം ചേരമാൻ പറമ്പ് എന്നിവിടങ്ങളിലും പാർക്കിംഗ് സംവിധാനമൊരുക്കും. മോഷണം തടയാൻ മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ക്ഷേത്ര പരിസരത്ത് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. കടപ്പുറത്ത് തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കുമെന്നും പോലീസ് അറിയിച്ചു. ഉത്സവ ഏരിയ 2 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ക്രമസമാധാനത്തിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട DYSP VK രാജു സാറിനും അദ്ദേഹത്തിൻ്റെ കീഴിൽ CIമാരും SIമാരും ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ചുമതല DCRB DYSP ശ്രീ SY സുരേഷ് സാറിനുമാണ് നൽകിയിരിക്കുന്നത്. ഹൈവേയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലായിട്ട് പണി നടക്കുന്ന സ്ഥലത്ത് 4 സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ അവൈലബിളായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വലിയ വലിയ ബസ്സുകളും ട്രാവലറുകളും ഒക്കെ പാർക്ക് ചെയ്യുന്നതിനും മറ്റു കാറുകളും മറ്റും പാർക്ക് ചെയ്യുന്നതിനും
വേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ട്രാഫിക് സെഗ്മെൻറ്റിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ 2 ട്രാഫിക് സെഗ്മെൻറ്റ് വെച്ചിട്ടും ബൈക്ക് പെട്രോളിനെ നിയോഗിച്ചിട്ടുണ്ട്. 2 ഹൈവേയുടെ ഇരുവശത്തുള്ള സർവീസ് റോഡുകൾ തുറന്നിട്ടുണ്ട്. അവിടെ 1 വേ സിസ്റ്റമാണ് നടപ്പിലാക്കുന്നത്. ആ ഒരു ലെവലിൽ തന്നെ പോയി കഴിഞ്ഞാൽ വലിയ ഗതാഗത കുരുക്കില്ലാതെ ഹൈവേ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന 100 ഖാദി ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്ത് ഉടൻ ആരംഭിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂരിൽ അറിയിച്ചു. എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന പദ്ധതിക്ക് കീഴിൽ ഏബിൾ പോയിന്റ് എന്ന പേരിലാണ് ഓരോ യൂണിറ്റും സ്ഥാപിക്കുക. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ട് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമായും ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രങ്ങളായിട്ടാണ് ഏബിൾ പോയിന്റുകൾ സ്ഥാപിക്കുക. ഭിന്നശേഷിക്കാർക്കൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാനസിക രോഗം ഭേദമായവർ, ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷകർത്താക്കൾ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. മാനദായകമായ തൊഴിലുകളിലേക്ക് അവരെ നയിക്കുക, സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ പദ്ധതി നടപ്പാക്കുന്നത്. ഏബിൾ എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പാക്കുക. ഏബിൾ പോയിന്റ് എന്നാണ് ഇതിലെ യൂണിറ്റുകൾക്ക് നാമകരണം ചെയ്തിട്ടുള്ളത്. ഗുണഭോക്താക്കളെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ തന്നെയാണ് കണ്ടെത്തുക. അതുപോലെ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായ വിധത്തിലും ഫലപ്രദമായ നിലയിലും ഈ പോയിന്റുകളെ പിന്തുണ കൊടുത്ത് സഹായിച്ച് മുന്നോട്ട് പോകുന്നതിന് ക്ഷേമ കോർപ്പറേഷൻ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കും. റവന്യൂ, ദേവസ്വം, ടൂറിസം വകുപ്പുകളുടെ കീഴിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയും ഇതിനായി കണ്ടെത്തും. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രമുഖ ആരാധനാലയ പരിസരങ്ങൾ എന്നിവിടങ്ങളും പദ്ധതിക്ക് ഇടങ്ങളാകും. പെട്ടെന്ന് സജ്ജീകരിക്കാനാകുന്നതും എളുപ്പം മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്നതുമായ രീതിയിലാണ് ഏബിൾ പോയിന്റുകൾ രൂപകൽപ്പന ചെയ്യുക. ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 15,000 രൂപയിൽ കുറയാത്ത വേതനം ഉറപ്പാക്കാനാണ് ശ്രമമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയ ഡാളി, MD മൊയ്തീൻകുട്ടി, ബോർഡംഗം ഗിരീഷ് കീർത്തി എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. TCV തൃശൂർ. ഗുരുവായൂർ മേഖലയിൽ മോഷണശല്യം പെരുകുന്നു. പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്നവരെ ലക്ഷ്യമിട്ട് മോഷണ സംഘങ്ങൾ 3 മണിക്ക് ക്ഷേത്രനട തുറക്കുന്നതിനാൽ പുലർച്ചെ മുതൽ ഗുരുവായൂർ നഗരപരിസരം സജീവമാകും. ഇതാണ് മോഷ്ടാക്കൾക്ക് അനുകൂലമാകുന്നത്. ദർശനത്തിനായി ഭക്തരും കട തുറക്കാൻ വ്യാപാരികളും ജീവനക്കാരും പുലർച്ചെ മുതൽ നഗരത്തിലെത്തും. ദർശനത്തിന് നടന്നുവരുന്നവരെ ആക്രമിച്ച് കവർച്ച നടത്തിയ സംഭവങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ ദിവസം ചാമുണ്ടേശ്വരി റോഡിൽ പുലർച്ചെ 3:30 വീട്ടിൽ കയറി ആക്രമിച്ച് വയോധികയുടെ 1 പവന്റെ സ്വർണ്ണവള കവർന്നിരുന്നു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും മോഷ്ടാക്കൾ തമ്പടിക്കാറുണ്ട്. റെയിൽവേ മേൽപ്പാലത്തിന് കീഴിൽ സാമൂഹ്യ വിരുദ്ധ സംഘം ചേരുന്നതായും ആക്ഷേപമുണ്ട്. എളവള്ളിയിൽ താമസമില്ലാത്ത വീട് കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം. എളവള്ളി ദേശവലത്ത് റോഡിലുള്ള വടശ്ശേരി പ്രേംജിയുടെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. വീടിന്റെ മുൻവാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. വീടിനുള്ളിലെ അലമാരകളെല്ലാം കുത്തിപ്പൊളിച്ച നിലയിലാണ്. അലമാരയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. അലമാരയുടെ ചില്ലും തകർത്ത നിലയിലാണ്. വീട്ടുടമസ്ഥനും കുടുംബവും വിദേശത്താണ്. പിതാവ് ചെടി നനയ്ക്കാൻ എത്തിയപ്പോഴാണ് മോഷണ ശ്രമം അറിയുന്നത്. പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വടക്കാഞ്ചേരി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി. സിവിൽ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന AMBI ജോർജ് കൂളയുടെ കാറിൽ നിന്ന് ഏജന്റ് നൽകിയ ഓട്ടോ കൺസൾട്ടന്റുമാരുടെ പേരുകളടങ്ങിയ ലിസ്റ്റും വാഹന നമ്പറുകളും കാറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ അനധികൃത പണമായ 3,771 രൂപയുള്ള പേഴ്സും കണ്ടെടുത്തു. കാറിൽ ഏജന്റ് നിതിൻ കണ്ണൻ ഇരിക്കുന്നത് കണ്ടാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. വിജിലൻസ് CI രഞ്ജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ മദ്രസ അധ്യാപകരെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പരപ്പൻകുഴി കീഴാറ്റൂർ ചുള്ളിവീട്ടിൽ സെയ്താലിയെയാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി അരിപ്ര ഭാഗത്തുനിന്നുമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിയിലെത്തിയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഇയാൾ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കുകയായിരുന്നു. പോക്സോ കേസ് ചുമത്തിയ ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലൻപടി ചെമ്പ്രയൂർ വീട്ടിൽ ജാബീർ, പള്ളിക്കുളം കല്ലിങ്ങപ്പാടത്ത് നൌഫൽ എന്നിവരെയാണ് പിടികൂടിയത്.
പോലീസ് പട്രോളിംഗിനിടെ വെള്ളറക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തു നിന്നാണ് ജാബിറിനെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 30 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് വിൽപ്പനയ്ക്കായി ജാബിറിന് സ്ഥിരമായി കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന നൌഫലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 125 ഗ്രാം MDMA-യുമായി യുവാവിനെ പേരാമംഗലം പോലീസും തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കോടഞ്ഞ സ്വദേശി ചക്കാലപ്പറമ്പിൽ കൈലാസിനെയാണ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്ന പ്രതിയുടെ കയ്യിൽ MDMA ഉണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബസ് തടഞ്ഞു നിർത്തി പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ സമർപ്പണം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. താൻ മേയറായിരുന്ന കാലത്ത് നിരന്തരം നടത്തിയ അഭ്യർത്ഥനയുടെ ഫലം കൂടിയാണ് ഈ ആശുപത്രി കോർപ്പറേഷനിലേക്ക് എത്തിച്ചേരാൻ കാരണമായതെന്നും മന്ത്രി പറഞ്ഞു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA ഡയാലിസിസ് മെഷീന്റെ സമർപ്പണവും നടത്തി. ഡെപ്യൂട്ടി മേയർ ML റോസി അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീന്റെ സമർപ്പണവും നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ്പോൾ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശ്ലാഘനീയമായ നിലയിലുള്ള സേവനമാണ് ഇന്ന് നൽകിപ്പോരുന്നത്. ഒരു കാലത്ത് ഭരണ സംവിധാനങ്ങളുടെ അവഗണനയ്ക്ക് വിധേയമായി നിന്നിരുന്ന ഈ ആശുപത്രി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. ആശുപത്രി ഏറ്റെടുത്ത തൃശൂർ കോർപ്പറേഷൻ ഏറ്റവും ആധുനിക വിശ്വപൗരർ എന്ന നിലയിൽ മലയാളികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് നമ്മുടെ വിവർത്തന സാഹിത്യം വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവാത്തതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വിക്ടർ ഹ്യൂഗോ രചിച്ച പാവങ്ങൾ എന്ന കൃതിയുടെ വിവർത്തനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച പാവങ്ങൾ വായിച്ച കേരളം ശതാബ്ദി സെമിനാർ സാഹിത്യ അക്കാദമിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലയാളിയുടെ കാഴ്ചപ്പാടുകളെയും നിലപാടുകളെയും ഏറ്റവുമധികം സ്വാധീനിച്ച കൃതിയായിരുന്നു വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. മാനവസ്നേഹത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത വിഭവങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ പകർന്ന ആ കൃതി അനുപമമായ ഒന്നായി തന്നെ സാഹിത്യ പന്താവിൽ തല ഉയർത്തി നിൽക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ K. സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ സാമൂഹ്യ നിരൂപകൻ KEN മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, ജനറൽ കൌൺസിൽ അംഗം വിജയരാജ മല്ലിക തുടങ്ങിയവർ സംസാരിച്ചു. ഇനി റംസാൻ വിശേഷങ്ങളുമായി റംസാൻ മുബാറക്. റംസാൻ നോമ്പുതുറയുടെ പ്രധാന വിഭവങ്ങളിൽ ഒന്നാണ് ജീരകക്കഞ്ഞി. 3 പതിറ്റാണ്ടായി റമളാൻ മാസത്തിൽ ജീരകക്കഞ്ഞി സൗജന്യമായി വിതരണം ചെയ്യുകയാണ് കയ്പമംഗലം ചളിങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റ്. ജാതിമത ഭേദമന്യേ 500ഓളം പേരാണ് കഞ്ഞി വാങ്ങാൻ ചളിങ്ങാടെത്തുന്നത്. നോമ്പു തുറന്നാൽ ക്ഷീണമകറ്റാനും ഉന്മേഷത്തോടെ ഇരിക്കാനും അത്യുത്തമമാണ് ജീരകക്കഞ്ഞി. അരി, നാളികേരം, മഞ്ഞൾപ്പൊടി, ഉലുവ, ചെറിയ ഉള്ളി, മല്ലിപ്പൊടി, നല്ല ജീരകം, വെളുത്തുള്ളി എന്നിവ കൃത്യമായ അളവിൽ ചേർത്ത് ഉണ്ടാക്കുന്ന ജീരകക്കഞ്ഞി നോമ്പുകഞ്ഞി എന്ന പേരിലും ചിലയിടങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. 75 കിലോ അരിയുടെ കഞ്ഞിയാണ് ദിവസവും ഇവിടെ വിതരണം ചെയ്യുന്നത്. 25 വർഷത്തോളമായി ചളിങ്ങാട് സ്വദേശി ഷെഫീഖാണ് ഇവിടെ കഞ്ഞി തയ്യാറാക്കുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ കഞ്ഞി തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. പരമാവധി 5 മണിക്കൂറാണ് പാചകം ചെയ്യുന്നതിനുള്ള സമയം. ശരീരത്തിന് നല്ലതാണ്, അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല കാര്യങ്ങൾക്ക് ഇത് കുടിക്കാനൊക്കെ. ഒരു മഞ്ഞൾ പൊടി വരും, മല്ലിപ്പൊടി, ആശാളി, ഉലുവ, നല്ല ജീരകം, ഉള്ളി, നാളികേരം. ഇത് ഒരു 2-3-4 മണിക്ക് കുടിക്കും. 5 മണിക്കൂർ എന്തായാലും കുടിക്കും ശരി കഞ്ഞായി വരണമെങ്കിൽ. ആയിക്കൊണ്ടിരിക്കലേ സാധനം ഇവിടുന്ന് മാറാൻ പറ്റില്ല. ആകുന്നേരം ഇതേമാതിരി ആവുന്നേരം ഇവിടുന്ന് മാറാൻ പറ്റില്ല. കഞ്ഞി കറക്റ്റായതിനു ശേഷം ഇവിടുന്ന് മാറാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇളക്കണ സാധനം ഒരു 2 മിനിറ്റ് തെറ്റിക്കഴിഞ്ഞാൽ സാധനം അടി പിടിക്കും.
മസാല കംപ്ലീറ്റ് ഉള്ള കാരണം. ചളിങ്ങാട് കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. കോവിഡ് കാലത്ത് ഒഴികെ ബാക്കി നോമ്പുകാലത്തെല്ലാം ജീരകക്കഞ്ഞി മുടക്കമില്ലാതെ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 29 വർഷം ആയി ഈ കഞ്ഞി പരിപാടി തുടങ്ങിയിട്ട്. അതുകൂടാതെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. ആര് വന്നാലും നമ്മൾ കഞ്ഞി കൊടുക്കുന്നുണ്ട്. എത്രയാണോ അവർ കൊണ്ടുവരുന്ന പാത്രത്തിൽ എത്രയാണോ അതിന് പ്രകാരമാണ് നമ്മൾ കഞ്ഞി കൊടുക്കുന്നത്. നല്ല ഔഷധ ഗുണമുള്ള ജീരകഞ്ഞിയാണ് നമ്മൾ നൽകുന്നത്. ചളിങ്ങാട് പ്രദേശത്ത് മാത്രമല്ല, കയ്പമംഗലത്ത് ഒരുമാതിരി സ്ഥലങ്ങളിലേക്കും ഈ കഞ്ഞി പോകുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള വർഷങ്ങളിലും ജീരകക്കഞ്ഞി വിതരണം തുടരുമെന്നും സംഘാടകർ അറിയിച്ചു. TCV ന്യൂസ്, കയ്പമംഗലം. റംസാൻ വ്രതം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പഴം വിപണി സജീവമായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പഴങ്ങൾക്ക് വില കൂടുതലാണെങ്കിലും ആവശ്യക്കാർ ഏറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു. നോമ്പുതുറയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പഴവർഗ്ഗങ്ങൾ. മുന്തിരിയും ആപ്പിളും തണ്ണിമത്തനും ഓറഞ്ചുമെല്ലാം വിപണിയിൽ സുലഭമാണ്. ആപ്പിളിനിപ്പോൾ സീസൺ അല്ലാത്തതിനാൽ ഇറക്കുമതി ചെയ്ത വിദേശ ഇനമാണ് വിപണി കൈയടക്കിയിരിക്കുന്നത്. ഏറെ ആവശ്യക്കാരുള്ള ആപ്പിളിന് 230 മുതൽ 280 രൂപയാണ് വില. ഓറഞ്ച് 100 മുതൽ 140 രൂപ. പേരയ്ക്ക നാടന് 80 മുതൽ 100 രൂപ വരെയും വിദേശ ഇനത്തിന് 120, വിവിധ ഇനം മാമ്പഴത്തിന് 160 മുതൽ 200 രൂപ, തണ്ണിമത്തൻ 20 മുതൽ 25 രൂപ, പൈനാപ്പിൾ 80, അനാർ 240, പപ്പായ 60, സപ്പോട്ട 80, ടാൻസാനിയ അവക്കാഡോ ഒരെണ്ണം 100 രൂപ എന്നിങ്ങനെയാണ് പഴവർഗ്ഗങ്ങളുടെ വില നിലവാരം. റംസാൻ വ്രതകാലത്തോടൊപ്പം വേനലും കനത്തതോടെ പഴവർഗ്ഗങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. അതിനാൽ തന്നെ പല പഴങ്ങളുടെയും സീസൺ അല്ലെങ്കിൽ കൂടി വിവിധ നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിവിധ തരം പഴവർഗ്ഗങ്ങളെല്ലാം വിപണിയിൽ സുലഭമാണ്. TCV തൃശൂർ. വെങ്കിടങ്ങ് തൊയക്കാവിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി വധഭീഷണി മുഴക്കി ഒളിവിൽ പോയ പ്രതികളെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തൊയക്കാവ് സ്വദേശികളായ തെറ്റയിൽ ധനേഷ്, പൊന്നറമ്പിൽ ഷിബിൻ എന്നിവരെയാണ് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TS സിനോജ്, പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 25-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. തൊയക്കാവിൽ ചക്കാണ്ടൻ സന്തോഷിന്റെ വീട്ടിലേക്ക് അർദ്ധരാത്രിയിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ച് കയറിയ പ്രതികൾ വധഭീഷണി മുഴക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുല്ലശ്ശേരിയിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. മുല്ലശ്ശേരി സ്വദേശി വെളിയത്ത് വീട്ടിൽ 59 വയസ്സുള്ള വർഗീസ് ആണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെ മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമാണ് അപകടമുണ്ടായത്. ചാവക്കാട് കാനാണി റൂട്ടിലോടുന്ന കിരൺ ബസ് വർഗീസ് ഓടിച്ചിരുന്ന സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വർഗീസിനെ ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ പാറമേക്കാവ് അഭിഷേകിന്റെയും പാറമേക്കാവ് അരുണിന്റെയും ശിക്ഷണത്തിൽ പഞ്ചാരിമേളം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. 2 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രകടനത്തിൽ തൃശൂരിലെ പ്രമുഖ മേള പ്രമാണിമാർ പങ്കെടുത്തു. 2 വർഷക്കാലമായി ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് അവധി ദിനങ്ങളിലുമായിരുന്നു പരിശീലനം നടത്തിയിരുന്നത്. കാഴ്ച പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്റെ ഇച്ഛാശക്തി കൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും ജിബി ജോസ് കരസ്ഥമാക്കിയ ഡോക്ടറേറ്റിന് മാധുര്യമേറെയാണ്. ജിബി ജോസിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ പ്രീ മോഡേൺ സ്റ്റേറ്റ് ഇൻ കൊളോണിയൽ മലബാർ എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ഇപ്പോൾ അധ്യാപികയായി ജോലി ചെയ്യുകയാണ് ജിബി. ജന്മന കാഴ്ചയില്ലാത്ത ജിബി ചിറ്റാറ്റുകര കിഴക്കേത്തലയിൽ താമസിക്കുന്ന അധ്യാപകരായ പുലിക്കോട്ടിൽ ജോസ്, ബ്ലെസ്സി ദമ്പതികളുടെ മകളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹിസ്റ്ററിയിൽ റാങ്ക് ജേതാവുമായിരുന്നു. ഡോക്ടറേറ്റ് നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മാതാപിതാക്കളുടെ പ്രോത്സാഹനവും ദൈവത്തിൻ്റെയും ഗുരുഭൂതരുടെയും അനുഗ്രഹവുമാണ് ഡോക്ടറേറ്റ് നേടാൻ തനിക്ക് സഹായകമായതെന്നും
ജിബി പറഞ്ഞു. UGC നാഷണൽ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൽ JRFോട് കൂടി പാസ്സായി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഒരു സാറ് തയ്യാറായി ഗൈഡാവാനായിട്ട്. അങ്ങനെ 2018 മാർച്ച് 27 യൂണിവേഴ്സിറ്റിയിൽ PhD സ്റ്റാർട്ട് ചെയ്തു. ജിബിക്ക് അനുമോദനങ്ങൾ അറിയിക്കാൻ നിരവധി പേരാണ് വീട്ടിലെത്തുന്നത്. TCV പാവറട്ടി. റംസാനോടനുബന്ധിച്ച് തൃശൂർ കുറുപ്പം റോഡിലെ ഹംഷി ടവറിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പാരസ്പര്യ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരിശുദ്ധി വിളിച്ചോതുന്നതായിരുന്നു 11ാം വാർഷികം ആഘോഷിക്കുന്ന സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന ഹംഷി ടവറിന്റെ ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന സംഗമത്തിൽ സാമൂഹിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രമുഖർ ഉൾപ്പെടെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരാണ് പങ്കെടുത്തത്. മാമ്പ്രം ഫദൽ തങ്ങൾ, മേയർ MK വർഗീസ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, മുൻ മേയർ IP പോൾ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരായ സലീഷ് N ശങ്കർ, KC സേതു, PR ബിജോയ്, മുൻ DYSP രവീന്ദ്രൻ, തൃശൂർ ഈസ്റ്റ് CI MJ ജിജോ, ആലത്തൂർ CI ഉണ്ണികൃഷ്ണൻ, ക്രൈംബ്രാഞ്ച് CI ജോയ്, സൈബർ സെൽ CI സുധീഷ് കുമാർ, കൺട്രോൾ റൂം CI TD സുനിൽകുമാർ, വിയൂർ SI മാരായ ന്യൂമാൻ, രാജൻ, കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഗഫൂർ, ജില്ലാ സെക്രട്ടറി പ്രസന്നൻ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ ട്രഷറർ കൂടിയായ ഹംഷി ടവർ ഉടമ ഹംസ കെട്ടുങ്ങലും കുടുംബവും അതിഥികളെ സ്വീകരിച്ചു. തൃശൂർ മാരാ റോഡിന് സമീപം പ്രവർത്തിക്കുന്ന ഷെയ്ഖ് സിറ്റി ഹംഷി ടവറിന്റെ സഹോദര സ്ഥാപനമാണ്. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ചേംബർ ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. AM മുഹമ്മദ് ഫൈസി ഓണംവിളി ഇഫ്താർ സന്ദേശം നൽകി. P ബാലചന്ദ്രൻ MLA, അതിരൂപതാ സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ TS പട്ടാഭിരാമൻ, പ്രസിഡന്റ് സജീവ് മന്നില, സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് റംസാൻ നോമ്പുതുറയും ഇഫ്താർ വിരുന്നും നടന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വേസ്റ്റ് നിർമ്മാർജ്ജനവും ക്യാമ്പസ് തല മാലിന്യമുക്ത പ്രഖ്യാപനവും നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രഖ്യാപനവും നടത്തി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KB സനൽകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M രാധിക, നവകേരളം നോഡൽ ഓഫീസർ PS ജയകുമാർ, ആശുപത്രി നോഡൽ ഓഫീസർ ഡോക്ടർ C രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈക്കോലിന് പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല, കർഷകർ നിരാശയിൽ. മുൻകാലങ്ങളിൽ നല്ല വില കിട്ടിയിരുന്ന മുണ്ടകൻ വൈക്കോലിന് ഇക്കുറി വിലയും ആവശ്യക്കാരും കുറഞ്ഞത് നെൽകർഷകരെ നിരാശയിലാക്കുകയാണ്. കൃഷിച്ചെലവിന് തുല്യമായ തുക മുൻവർഷങ്ങളിൽ മുണ്ടകൻ കൊയ്ത്തിന് ശേഷം വൈക്കോൽ വിൽപ്പനയിലൂടെ കർഷകർക്ക് ലഭിച്ചിരുന്നു. അടുത്ത കാലം വരെ ഒരു കെട്ട് വൈക്കോലിന് 250 രൂപയോളം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 100 രൂപയിൽ താഴെയാണ് വില കിട്ടുന്നത്. ആവശ്യക്കാർ കുറഞ്ഞതാണ് വൈക്കോൽ വില ഇടിയാൻ കാരണമായത്. കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷം വരെ നമ്മുടെ പാടത്തുനിന്ന് തന്നെ 35 രൂപയ്ക്ക് ഞങ്ങൾ ഒരു കെട്ടിന് കെട്ടാൻ കൊടുക്കണ്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ 200 തൊട്ട് 250 പൈസ ഒക്കെയാണ് ഞങ്ങൾ ഓരോ കെട്ടും കൊടുത്താറുണ്ട്. ഇന്നിപ്പോൾ ആ സാധനം 90 രൂപയും 100 രൂപയാണ് പറയുന്നത് ഒരു കെട്ടിന്. കർഷകർ ഇപ്പോൾ പുല്ലൊക്കെ വെട്ടി, പിന്നെ ക്ഷീരകർഷകർ കുറേ ഇതിൽ നിന്ന് മാറിപ്പോയി തുടങ്ങി. ലാഭം പശുവിൻ്റെ ചാവലും അതുപോലെ കേടുകളും ഒക്കെ കാരണം കുറേയൊക്കെ മാറിപ്പോയി തുടങ്ങി ഈ മേഖലയിൽ നിന്ന്. പിന്നെയുള്ളവർ അത്യാവശ്യം തീറ്റ പുല്ലും ഇട്ട് കൊടുക്കണം, അല്ലാണ്ട് വൈക്കോല് കൊടുക്കണ ഒരു സ്വഭാവം അപൂർവം ചില ആൾക്കാർ. കൊയ്ത്തിന് ശേഷം യന്ത്രത്തിൽ നിന്ന് താഴെ വീഴുന്ന വൈക്കോൽ യന്ത്രസഹായത്തോടെയാണ് ചുരുട്ടിക്കെട്ടുന്നത്. ഒരു കെട്ട് വൈക്കോൽ ഇത്തരത്തിൽ യന്ത്രസഹായത്തോടെ ചുരുട്ടിക്കെട്ടാൻ 35 രൂപ നൽകണം. ഒരേക്കർ നിലത്തിൽ നിന്ന് ശരാശരി 60 കെട്ട് വൈക്കോലാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ കൊയ്ത്ത് നടന്ന സമയത്ത് മഴ പെയ്തത് വൈക്കോൽ നശിക്കാനും കാരണമായിട്ടുണ്ട്. ക്ഷീരകർഷകരാണ് പ്രധാനമായും മലയോരത്തെ പാടശേഖരങ്ങളിൽ നിന്ന് വൈക്കോൽ വാങ്ങാറുള്ളത്.
എന്നാൽ വീടുകളിൽ കന്നുകാലികളെ വളർത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഫാമുകളിൽ പശുക്കളെ വളർത്തുന്നവർ വൈക്കോലിന് പകരം തീറ്റപ്പുല്ലും കടകളിൽ നിന്ന് കിട്ടുന്ന കാലിത്തീറ്റയും ഉപയോഗിക്കാൻ തുടങ്ങിയതും മൂലം വൈക്കോലിന് ആവശ്യക്കാർ തീരെ കുറഞ്ഞു. കൊയ്ത്ത് നടക്കുന്ന സമയത്ത് മഴ പെയ്തതും കർഷകരെ പ്രതികൂലമായി ബാധിച്ചു. 1 മാസം മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കിയ കർഷകർക്ക് കെട്ടിന് 125 രൂപ നിരക്കിൽ വില കിട്ടിയിരുന്നു. മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ യന്ത്രമിറങ്ങി കൊയ്ത്ത് നടത്തിയപ്പോൾ ഒട്ടുമിക്ക കർഷകരുടെയും വൈക്കോൽ ചെളിയിൽ പൂണ്ട് നശിച്ചുപോയി. മലയോരത്തെ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൊയ്ത്ത് പൂർത്തിയാകുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആവശ്യക്കാർ വൈക്കോൽ വാങ്ങാനായി എത്താറുണ്ടായിരുന്നു. ഇങ്ങനെ വൈക്കോലിന് പ്രതീക്ഷിച്ച വില ലഭിക്കാതായതോടെ കർഷകർ നിരാശയിലാണ്. TCV ന്യൂസ്, കൊടകര. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹം ശങ്കരനാരായണ മണ്ഡപം നവീകരിച്ചതിന്റെ സമർപ്പണം നടന്നു. സ്വാമി രമണചരണ തീർത്ഥ സ്വാമികൾ ഭദ്രദീപം തെളിയിച്ച് സമർപ്പണം നിർവഹിച്ചു. സ്വാമിയെ സ്വരാജ് റൗണ്ടിൽ നിന്നും പുരുഷ സൂക്ത മന്ത്രങ്ങളുടെ അകമ്പടിയോടെ സമൂഹമാചാര്യൻ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ചടങ്ങിൽ സമൂഹം പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, സെക്രട്ടറി S. ശിവരാമകൃഷ്ണൻ, S. കൃഷ്ണമൂർത്തി, കമ്മിറ്റി ചെയർമാൻ S. നാരായണസ്വാമി, മഹേഷ് സുബ്രഹ്മണ്യൻ, S. രാജേഷ്, MS. ഹരിശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവന്റ്സ് തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിവേദനം നൽകി. ഓഡിറ്റോറിയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൾ പരിഹരിക്കുകയും ലഭ്യമാകുന്ന സേവനങ്ങളും നിബന്ധനകളും ബുക്ക് ചെയ്യാൻ വരുന്നവർക്കും ഇവന്റ്സ് തൊഴിലാളികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ നോട്ടീസായോ QR കോഡ് സംവിധാനം മുഖേനയോ പ്രദർശിപ്പിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടണമെന്നാണ് സംഘടനയുടെ ആവശ്യം. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിന് നിവേദനം സമർപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി T. സുധാകരൻ ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AU ഷഫീദ്, ട്രഷറർ TM റോയ്, KC സുനിൽ, MK ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. എടത്തിരുത്തി 14-ാം വാർഡ് പൊനത്തിൽ രാധാകൃഷ്ണന്റെ മകൻ 32 വയസ്സുള്ള അഭിജിത്താണ് ചികിത്സാ സഹായം തേടുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഡയാലിസിസിലൂടെയാണ് അഭിജിത്തിന്റെ ജീവൻ നിലനിർത്തുന്നത്. അടിയന്തര ശസ്ത്രക്രിയയല്ലാതെ മറ്റൊന്നും മുന്നിലില്ലെന്നാണ് അഭിജിത്തിനെ ചികിത്സിക്കുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം. 25 ലക്ഷം രൂപയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി വരിക. +2 കഴിഞ്ഞ് പോളിടെക്നിക്കിൽ ഡിപ്ലോമ കോഴ്സും പൂർത്തിയാക്കിയിരിക്കുകയായിരുന്നു അഭിജിത്ത്. ഈ സമയത്താണ് രോഗബാധ വന്നത്. അസുഖം മൂർച്ഛിച്ചതോടെ ജോലിക്ക് പോകാനും കഴിയാത്ത സാഹചര്യമായി. വീടിനോട് ചേർന്നുള്ള ചെറിയൊരു കടയാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. 2007 ലിവർ സർജറി കഴിഞ്ഞാണ്, ലിവർ മാറ്റിക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാണ്. പിന്നെ തുടർ ചികിത്സയായിട്ട് ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ കിഡ്നിക്ക് അസുഖം ബാധിച്ചു. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് അങ്ങനെ പോയി. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഡയാലിസിസിലാണ് പോകണം. ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് കിഡ്നി മാറ്റി വയ്ക്കലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അഭിജിത്തിന്റെ ചികിത്സാ സഹായത്തിനായി എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ PR നിഖിൽ, അഭിജിത്തിന്റെ അച്ഛൻ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരിൽ എടത്തിരുത്തി ഫെഡറൽ ബാങ്കിൽ സംയുക്ത അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിലൂടെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. TCV കയ്പമംഗലം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8340 രൂപ, പവന് 66,720 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3374 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധി തീർക്കാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്. കേന്ദ്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാജേഷ്. ആശങ്കയിൽ ദേവസ്വങ്ങളും പൂരപ്രേമികളും. പുലിഭീതി നിലനിൽക്കുന്ന ചാലക്കുടി നഗരത്തിലെ കണ്ണമ്പുഴ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി RRT സംഘം. പുലിക്കായി ചാലക്കുടി പുഴയിലും തിരച്ചിൽ.
ചലച്ചിത്ര നടി നവ്യ നായർക്കെതിരെ ഗുരുവായൂർ നഗരസഭാ യോഗത്തിലെ കൌൺസിലർമാർ രംഗത്ത്. കൌൺസിലർമാരെ വിമർശിച്ച നവ്യ നായർ മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തം. വടക്കാഞ്ചേരിയിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതം. 12 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വിശുദ്ധ റംസാന് വികാരനിർഭരമായി വിട ചൊല്ലി ഇമാമുമാർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുരക്ഷയ്ക്ക് 380ഓളം പോലീസുകാരെ നിയമിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.